സമര പോരാളികളായ സഹപ്രവർത്തകരെ, പ്രൗഢമായ ഈ സമര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബാക്കിൽ നിൽക്കുന്ന ആളോട് കൊട താഴ്ത്തി പിടിക്കാൻ പറ. അപ്പൊ ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റും ജ്യോതിബാസ് പ്രഭു, ബാക്കിലുള്ള ആളില്ലേ സക്കട അപ്പുറത്തിരിക്കുന്ന കൊട താഴ്ത്തി പിടിക്കാൻ പറ. അപ്പൊ ആ ലൈറ്റ് കുറയും. ഭൂരഹിതർക്ക് വേണ്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഏറ്റെടുക്കൽ പ്രഖ്യാപനം നിർവഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അവറുകൾ, പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, ഈ സമര പ്രക്ഷോഭത്തിൽ അണിചേർന്നുകൊണ്ട് ഈ മഴയത്തും നമ്മുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സമരപോരാളികൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ സമര സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെയാണ് കേരളത്തിന്റെ ഹൈക്കോർട്ട് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്, കേരള സർക്കാരിന് ഇടുക്കിയിലെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ എന്താണ് ഭയം എന്ന്. രവീന്ദ്രൻ പട്ടയം എന്ന പേരിൽ പ്രസിദ്ധമായ 500 പട്ടയങ്ങൾ അനധികൃതമാണ് എന്ന് കണ്ടെത്തിയിട്ട് ആ പട്ടയങ്ങളിലുള്ള ഭൂമി തിരിച്ചു പിടിക്കാൻ കേരള ഗവൺമെന്റിന് എന്താണ് കഴിയാത്തത് എന്ന് ഇന്നലെ ഹൈക്കോർട്ട് ചോദിക്കുകയുണ്ടായി. വെൽഫെയർ പാർട്ടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ അന്യാധീനപ്പെട്ട കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റിന് ധൈര്യമില്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഭൂരഹിതരായ ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ രവീന്ദ്രൻ പട്ടയം? ഇടുക്കി ജില്ലയിലെ ഭൂമി, കേരളത്തിന്റെ ഭൂമി, സാധാരണക്കാരന് കിട്ടേണ്ട ഭൂമി 500 പട്ടയങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വലിയ വലിയ കുത്തകകൾക്കും കൈമാറി കൊടുത്തതിന്റെ പേരാണ് രവീന്ദ്രൻ പട്ടയം. ഇത് നമുക്ക് കാണാം. ആ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. രവീന്ദ്രന് പെൻഷൻ കൊടുക്കുന്നില്ലേ? രവീന്ദ്രനെ നിങ്ങൾ വീണ്ടും സംരക്ഷിക്കുന്നില്ലേ? ലാൻഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ നിയമനം നൽകി അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുന്നില്ലേ എന്ന് കേരള ഗവൺമെന്റിനോട് കോടതി ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഇടുക്കി ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ 5.5 ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ ഗവൺമെന്റിന് അതിന് നട്ടമില്ലെങ്കിൽ ഞങ്ങളത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരുടെ കയ്യിലാണ് ഇടുക്കി? ഇത് ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. ആരുടെ കയ്യിലാണ് ഇടുക്കി? എം.എം. മണി ഇത് കേട്ടാൽ ഭീഷണിപ്പെടുത്തും. ഭൂമിയെക്കുറിച്ച് പറഞ്ഞാൽ നാട്ടല്ലൂരി കൊട്ടയിലാക്കി ദൂരക്കളയും എന്നാണ് എം.എം. മണി സാധാരണ ഭീഷണിപ്പെടുത്താറ്. എന്താ കാരണമെന്നറിയോ? ഇടുക്കി ജില്ലയുടെ കണ്ണായ ഭൂമി എം.എം. മണിയുടെ സഹോദരൻ എം.എം. ലംബോദരന്റെ കയ്യിലാണ്. എം.എം. ലംബോദരന് വേണ്ടി CPM-ഉം എം.എം. മണിയും ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റും ഇടുക്കിയിലെ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ലംബോദരന്റെ അടക്കമുള്ള ഭൂമി തിരിച്ചു പിടിക്കാൻ പോരാട്ടത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ്, അവരുടെ ആളുകളുടെ കയ്യിലാണ് ഈ ഭൂമിയുള്ളത്. CPI ആണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ അവറുകളെ ഞങ്ങൾ ഈ ഭൂമിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് കാണാൻ വേണ്ടി പോയിരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെ ഒരു എസ്റ്റേറ്റ് ഉണ്ടോ? TRND എസ്റ്റേറ്റ് എന്ന പേരിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ടോ? സഖാക്കളെ, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, അതിൽ 7,750 ഏക്കർ ഭൂമി 11 ലക്ഷം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയാണ്. ഇവിടെ ഈ മനുഷ്യൻ കയ്യേറി വെച്ചിരിക്കുന്നത് ഒരിക്കൽ കാശ് കൊടുത്ത് നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുത്ത ഭൂമിയാണ് ഇവിടെയുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്
11.5 ലക്ഷം കൊടുത്ത് ഏറ്റെടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ആർക്കു വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങൾ വിശദമായി ഈ TRNT എസ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചു. ഇത് കുറെ കാലം വിദേശ കമ്പനികളുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന കാലത്ത് ഇംഗ്ലീഷുകാരുടെ കയ്യിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി തിരുവനന്തപുരത്തുള്ള ഒരു ശർമ്മയുടെ കയ്യിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് പാട്ടത്തിന് കൊടുത്തത്? പാട്ടക്കരാർ എന്തിനാണ്? എന്തിനു വേണ്ടിയായിരുന്നു പാട്ടം? ഈ പാട്ടക്കുടിശ്ശിക എത്രയുണ്ട്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. നമുക്കറിയാം, കേരളത്തിൽ വെൽഫെയർ പാർട്ടി അതിശക്തമായ ഭൂസമരം നടത്തിയപ്പോൾ സഖാവ് തോമസ് ഐസക് പുസ്തകം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ആരും ഭൂമിയെ കുറിച്ച് പറയാൻ പാടില്ല, കാരണം ഇവിടെ ഭൂപരിഷ്കരണം നടന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഭൂമിയും സർക്കാരിൻ്റെത് അന്യാധീനപ്പെട്ടിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ മാർച്ച് ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എസ്റ്റേറ്റുകളെ കണ്ടെത്തി പാട്ടക്കരാർ ലംഘിച്ച, അന്യായമായി കയ്യേറ്റം ചെയ്ത പാട്ടക്കുടിശ്ശികയുള്ള ഭൂമികളിലേക്ക് ഞങ്ങൾ അത്തരം എസ്റ്റേറ്റുകളിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തു. ആ സന്ദർഭത്തിൽ കേരളത്തിൽ ഞങ്ങൾ അന്യാധീനപ്പെട്ട ഭൂമി കണ്ടെത്തി അത് ഏറ്റെടുക്കൽ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് UDF-ന്റെ മുൻ ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ രാജമാണിക്യം IAS അദ്ദേഹത്തെ ഒരു കമ്മീഷനായി നിശ്ചയിച്ചുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ ഭൂമി അന്യാധീനപ്പെട്ടത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹം 8 മാസം കേരളത്തിന്റെ വിവിധ എസ്റ്റേറ്റുകളെ കുറിച്ച് പഠിച്ചു. വിശദമായ പഠനരേഖകൾ മുമ്പിൽ വെച്ചുകൊണ്ട് 2000-ഓളം പേജുള്ള ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് അദ്ദേഹം ഉണ്ടാക്കി. അതിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, 5.5 ലക്ഷം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട സർക്കാരിന്റെ ഭൂമി, നമ്മുടെ ഭൂമി, കേരളത്തിന്റെ മണ്ണ്, കുറെ കുത്തകകൾ കയ്യേറിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം എന്ന് അതിശക്തമായി നിലപാടെടുത്തുകൊണ്ട് റിപ്പോർട്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഈ അടുത്ത് രാജമാണിക്യത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറയുണ്ടായി, ഞാൻ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് വളരെ മനോഹരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ അലമാരയിൽ അത് പുറത്തെടുത്ത് പൊടി തട്ടിയെടുത്ത് അത് പ്രക്ഷോഭമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം. ആ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള പ്രക്ഷോഭവുമായി വെൽഫെയർ പാർട്ടി അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അറിയണം, കേരളത്തിലെ ഭൂരഹിതരുടെ കഥനകഥകൾ എത്രയാ. ഇവിടെ എല്ലാവർക്കും ഭൂമി ഉണ്ട് എന്നാ പറയാ, ഭൂപരിഷ്കരണം നടന്നു എന്നാ പറയാ. എന്താ കൂട്ടരെ, ഭൂപരിഷ്കരണത്തിന്റെ ബാക്കിപത്രം 970 എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയാ. ഭൂപരിഷ്കരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ 18 ലക്ഷം ഏക്കർ ഭൂമി മിച്ചഭൂമിയായി ലഭിക്കും എന്നാണ് പറയപ്പെട്ടത്. പാട്ടത്തിനുള്ള പാട്ടകൃഷി ചെയ്യുന്ന കർഷകർക്കല്ലാത്ത ആർക്കും ഭൂമി കിട്ടിയിട്ടില്ല. എന്നിട്ട് ഈ 18 ലക്ഷം ഏക്കർ ഭൂമി പിന്നീട് നിയമം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ കണക്ക് പുറത്തു വന്നപ്പോൾ അത് 3 ലക്ഷം ഏക്കറായി ചുരുങ്ങി. എവിടെ പോയി ഈ 15 ലക്ഷം ഏക്കർ എന്നാണ് വെൽഫെയർ പാർട്ടി ചോദിക്കുന്നത്. CPM മറുപടി പറയണം, UDF മറുപടി പറയണം, LDF മറുപടി പറയണം. നിങ്ങളൊക്കെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ 13 ലക്ഷം ഏക്കർ ഭൂമി ആരോ കയ്യേറി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഭൂമി വിഹിതം വെച്ച് കൊടുക്കുമ്പോൾ എത്രയാ കൊടുത്തത് എന്ന് നിങ്ങൾ അറിയുമോ? അത് 45,000 ഏക്കറാണ്. അഥവാ 90,000 ഏക്കർ കണ്ടെത്തികെട്ട് 45,000 ഏക്കർ കൊടുത്തതിന്റെ പേരാണ് ഭൂപരിഷ്കരണം. അത് കപടമായ CPM-ന്റെ അവകാശവാദമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്നത് സമഗ്ര ഭൂപരിഷ്കരണം കേരളത്തിൽ ഇനിയും നടക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് 5.5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുക്കണം. അതിൽ 11,000 ഏക്കറോളമുണ്ട് ഈ ഭൂമി. അത് തിരിച്ചു പിടിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഭൂമി ലഭിച്ചവർക്ക് എത്ര ഭൂമിയാണ് ലഭിച്ചത്? 3/4 സെന്റ് കോളനി, 4 സെന്റ് കോളനി, 3 സെന്റ് കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് കോളനികളിൽ കഴിഞ്ഞുകൂടുന്ന ദളിതുകളും ആദിവാസികളും തീരപ്രദേശങ്ങളിലെ കൊച്ചു കൊച്ചു ഭൂമികളിൽ കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളിലെ ആളുകൾ, അവർക്ക് ഭൂമിയില്ല. തലചായ്ക്കാൻ
സന്തോഷകരമായി കിടന്നുറങ്ങാൻ, മാന്യമായി അന്തിയുറങ്ങാൻ കൊച്ചു വീടുകൾ പോലുമില്ല. അത്തരമൊരു ആ ജനവിഭാഗത്തിന്റെ അവകാശ പോരാട്ടങ്ങളെയാണ് വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ അഥവാ കേരളത്തിലെ ഭൂരഹിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്ര ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രക്ഷോഭവുമായി വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഐതിഹാസികമായ ഒരു സമര പ്രക്ഷോഭത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. എങ്ങനെയാണ് പലരും സാമ്പത്തികമായി വളർന്നത് എന്ന് ചോദിച്ചാൽ, ഭൂമി ലഭിച്ചു, അതിലൂടെ അവൾ വളർന്നു. അതുകൊണ്ട് ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കണം. അതോടൊപ്പം തന്നെ തോട്ടമേഖല എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും പല രീതിയിൽ ഭൂമി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമഗ്രമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് 15 ഏക്കർ എന്നതാണ് അന്നത്തെ സീലിംഗ്. ഭൂലഭ്യത കുറഞ്ഞ, അതോടൊപ്പം തന്നെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഭൂസീലിംഗ് 10 ഏക്കറായി കുറച്ചുകൊണ്ട് അന്യാധീനപ്പെട്ട മുഴുവൻ ഭൂമിയും തിരിച്ചു പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഭൂരഹിതരും പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക്, കർഷകർക്ക്, കർഷക തൊഴിലാളികൾക്ക്, കോളനികളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് ഭൂമി കൊടുക്കാനുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കും. ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അവരെല്ലാവരും ഈ എസ്റ്റേറ്റുകളിലെ തൊഴിലാളി നേതാക്കന്മാരുടെ അമ്മിക്കടിയിൽ ബുദ്ധിയും വിവേകവും പണയം വെച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് അവരിതിനെ കുറിച്ച് സംസാരിക്കില്ല. ഈ എസ്റ്റേറ്റിലെ 800-ലധികം തൊഴിലാളികളുണ്ട്. അവരുടെ യാതനകൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ എസ്റ്റേറ്റ് സർക്കാർ തിരിച്ചു പിടിച്ചുകൊണ്ട് 2 ഏക്കർ വീതം ഇവിടെയുള്ള തൊഴിലാളികൾക്ക് പതിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എസ്റ്റേറ്റ് തിരിച്ചു പിടിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അഥവാ തൊഴിലാളികളുടെ മാന്യവും ന്യായവുമായ അവകാശമാണത്. ലയങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണത്. അതുകൊണ്ട് ആ സ്വഭാവത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കുകയും മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലെ എസ്റ്റേറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ വാങ്ങിയിട്ട്, കിമ്പളം പറ്റിയിട്ട്, പല രൂപത്തിലുള്ള മാസപ്പണി വാങ്ങിയിട്ട് ഇവിടത്തെ എസ്റ്റേറ്റുകളുടെ മുമ്പിൽ എന്തെങ്കിലും കൈ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്ത രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരോട്, ഭരണ പ്രതിപക്ഷങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു പുതിയ ജനാധിപത്യത്തിന്റെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയും ഭൂസമര പോരാളികളും നേതൃത്വം കൊടുക്കുന്ന ആ പോരാട്ടം കേരളത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഒരു സമഗ്ര ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ ഭൂമികൾ തിരിച്ചു പിടിച്ചുകൊണ്ട് സാധാരണക്കാരന് ഭൂമി ലഭിക്കുന്ന, അവകാശം ലഭിക്കുന്ന, സാമൂഹ്യനീതി പുലരുന്ന ഒരു പുതിയ കാലത്തിന് വേണ്ടിയുള്ള ആവേശം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സമര പോരാളികളെയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ്. ആത്യന്തികമായ വിജയം നീതിയുടെ പക്ഷത്തിനായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോരാളികൾക്കെല്ലാം ആവേശപൂർവ്വമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് വെൽഫെയർ.